ഉണ്ണികൃഷ്ണൻ പോറ്റി കസ്റ്റഡിയിൽ 90 ദിവസം പൂർത്തിയാക്കിയ സാഹചര്യത്തിൽ ജാമ്യം നൽകണമെന്നാവശ്യപ്പെട്ട് കൊല്ലം വിജിലൻസ് കോടതിയിൽ അപേക്ഷ കൊടുത്തിരിക്കുകയാണ്. അരുൺ രാജ് കൊല്ലത്ത് നിന്ന് അപ്ഡേറ്റ് ചെയ്യും. അരുൺ രാജ്, യഥാർത്ഥത്തിൽ ഈ കുറ്റപത്രം സമർപ്പിക്കാത്ത സാഹചര്യത്തിൽ അദ്ദേഹത്തിന് ജാമ്യത്തിന് അർഹതയുണ്ട് എന്നാണല്ലോ ഹർജിയിൽ പറയുന്നത്. എന്താണ് വിവരങ്ങൾ? എന്നുള്ളതാണ്. സ്വാഭാവിക ജാമ്യത്തിന് ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് അർഹതയുണ്ട് എന്നുള്ളതാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ വാദം. അത് കോടതി ഈ ഘട്ടത്തിൽ അനുവദിക്കും എന്നുള്ളതാണ് നമുക്ക് ലഭ്യമാവുന്ന വിവരങ്ങൾ. ഇന്ന് കൃത്യമായി സുപ്രീം കോടതിയുടെ ഗേറ്റ് ലൈൻ കൂടി നിലനിൽക്കുന്ന സാഹചര്യത്തിലാണ് ആ ജാമ്യം അനുവദിക്കാനുള്ള ഒരു ശ്രമം ഉണ്ടാവുക. എന്തായാലും ഈ കേസിൽ ജാമ്യം ലഭിച്ചാലും, ദ്വാരപാല ശില്പ കേസിൽ ജാമ്യം ലഭിച്ചാലും ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ജയിലിന് പുറത്തേക്ക് ഇറങ്ങാൻ കഴിയില്ല. കട്ടളപ്പാളി കേസിൽ ഉണ്ണികൃഷ്ണൻ പോറ്റി നിലവിൽ ജയിലിൽ തന്നെ റിമാൻഡിൽ തുടരുകയാണ് ചെയ്യുന്നത്. സംഭവത്തിൽ എന്തായാലും SIT സംബന്ധിച്ച വലിയ ഒരു തിരിച്ചടിയാണ്. കാരണം ഈ സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് ഇതുവരെ ഒരു പ്രതികൾക്ക് പോലും ജാമ്യം ലഭിക്കാത്ത സാഹചര്യമായിരുന്നു. കുറ്റപത്രം സമർപ്പിച്ചില്ല എന്ന ഒറ്റ കാരണത്താൽ ഉണ്ണികൃഷ്ണൻ പോറ്റി ജാമ്യം ലഭിച്ച് പുറത്തേക്ക് പോയാൽ അത് SIT വലിയ വിമർശനങ്ങൾക്കിടയാക്കും. എന്തായാലും SIT ഇക്കാര്യത്തിൽ പറയുന്നത് കുറ്റപത്രം ഒരു പൂർത്തീകരണത്തിലേക്ക് എത്താൻ നിലവിൽ കഴിയുന്നില്ല. കാരണം എല്ലാ പ്രതികളെയും കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. പല പ്രതികളുടെയും ചില തെളിവുകൾ കണ്ടെത്താനുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണം ഇപ്പോൾ ഓൺഗോയിങ് പ്രോസസ്സിലാണ്. ഈ അന്വേഷണം പൂർത്തിയാകുന്ന മുറയ്ക്ക് മാത്രമേ കുറ്റപത്രം സമർപ്പിക്കാൻ കഴിയൂ. ഭാഗികമായ കുറ്റപത്രം സമർപ്പിച്ചാൽ അത് കേസിനെ മൊത്തത്തിൽ ബാധിക്കുമെന്നുള്ളതാണ് SIT തലവനായ SP ശശിധരന്റെ നിലപാട്. അതുകൊണ്ട് ഈ കുറ്റപത്രം സമർപ്പിക്കുമ്പോൾ അതിൽ കാതലായ ചില കണ്ടെത്തൽ കൂടി ഉണ്ടാകും എന്നുള്ള വിവരമാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ജാമ്യാപേക്ഷയിൽ ഇന്ന് കൊല്ലം വിജിലൻസ് കോടതി അല്പസമയത്തിനകം തന്നെ വിധി പ്രസ്താവത്തിലേക്ക് കടക്കും. അതേസമയം ഈ തന്ത്രി കണ്ഠര് രാജീവിനെ കസ്റ്റഡിയിൽ വേണമെന്ന് ആവശ്യപ്പെട്ട് SIT സംഘം കൊല്ലം വിജിലൻസ് കോടതിയിൽ അപേക്ഷ സമർപ്പിച്ചിട്ടുണ്ട്. നാളെ തന്ത്രിയെ നേരിട്ട് കോടതിയിൽ ഹാജരാക്കിയേക്കും എന്ന വിവരം കൂടി ഇപ്പോൾ പുറത്തേക്ക് വരുന്നു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.